ഒരു കുളിർമ കിട്ടുന്ന ടൈപ്പ് ഒക്കെ ആയിരിക്കുമല്ലോ. അൺറാപ്പ് ചെയ്തിട്ട് അവർക്ക് വെള്ളം നിറച്ചാൽ മാത്രം കഴിഞ്ഞ് ജസ്റ്റ് കസ്റ്റമറിന് നമ്മളിത് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്തത്. ഒരു 1 ഫീറ്റ് അൾട്രാ ടാങ്ക് അക്വേറിയത്തിൽ ഒരു പ്രീമിയം സ്കേപ്പിംഗ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിനൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ് കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലേക്കുള്ള സ്കേപ്പിംഗ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1 ഫീറ്റിൽ വരുന്ന മോപ്പാനി വുഡാണ് നമ്മൾ ഇതിലേക്ക് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോപ്പാനി വുഡിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ഏകദേശം ഒരു നല്ല സ്ട്രക്ചർ ആയിരിക്കും. നമ്മൾ വെള്ളത്തിൻ്റെ അകത്ത് നിന്ന് കാണുമ്പം ഒരു ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പ്രീമിയം ആയിരിക്കും. അതുപോലെ തന്നെ ഇതൊരു ആഫ്രിക്കൻ ഹാർഡ് വുഡാണ് സംഭവം. ഈ ഒരു വുഡിലാണ് നമ്മളെ സ്കേപ്പിങ്ങും പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാറ്റിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ അക്വേറിയത്തിൽ വെച്ച് കളിക്കാൻ മാത്രമുള്ള സ്പേസ് ഒന്നും ആ ഒരു അക്വേറിയത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു വുഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് അനൂബിയസ് വെറൈറ്റികൾ, ഫേൺസ് വെറൈറ്റികൾ അതുപോലുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോ മെയിൻ്റെനൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് വലിയ മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒന്നും ഈ പ്ലാന്റ്സിന് വേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഓവറായിട്ടുള്ള സിസ്റ്റം, അത് CO2 സിസ്റ്റം കാര്യങ്ങളൊന്നും വെക്കാനുള്ള സ്പേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്ലാൻസ് ആണ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോ ലൈറ്റ് മതിയാവും ഇവർക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. ലോ ലൈറ്റിലും അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്തും കാര്യങ്ങളും കിട്ടുന്ന പ്ലാന്റ്സുകളാണ് ഈ പ്ലാന്റ്സുകളൊക്കെ. അങ്ങനെ ആ ഒരു വുഡിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സുകൾ ഒട്ടിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു എലിഫന്റ് ഗ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചത്. നല്ലപോലെ ആ വുഡിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് അതുപോലെ തന്നെ ചെറിയ പ്ലാന്റ്സുകൾ ഫ്രണ്ട് സൈഡിലും അതേപോലെ തന്നെ വലിയ പ്ലാന്റ്സുകൾ ബാക്ക് സൈഡിലും വരുന്ന രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡിസൈൻ നമ്മളെ കസ്റ്റമർക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഫുള്ള് അതോറിറ്റി നമുക്കാണ് തന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോളൂ, എനിക്ക് കുറച്ച് നല്ല പ്രീമിയം ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് കസ്റ്റമറിൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ആ സ്കേപ്പിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗ്രാവൽസ് ഫില്ല് ചെയ്യാം. ഇത് ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഗ്രാവൽസ് ആണ്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. പിന്നെ പോരാത്തതിന് ഇതിൻ്റെ തരികളൊക്കെ ഒത്തിരി കൂടെ ഒരു വലുപ്പമുള്ളൊരു ടൈപ്പ് സംഭവമാണ്. അത്യാവശ്യം നല്ല കോൺട്രാക്സ്റ്റ് കിട്ടും ഇതിന്. പ്രത്യേകിച്ച് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കളറിലുള്ള ഗ്രാവൽസ് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇങ്ങനെ സ്കേപ്പ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് വെച്ചാൽ മാത്രം മതി. നമ്മൾ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാണ് ഈ വുഡിൻ്റെ അകത്തുള്ള പരിപാടികളൊക്കെ. ഈ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തതാണ്. നേരെ ജസ്റ്റ് അക്വേറിയത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. വളരെ ചെറിയ അക്വേറിയമാണ്, 1 ഫീറ്റിലേ വരുന്നുള്ളൂ അക്വേറിയത്തിൻ്റെ സൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിൽ ഒന്നും കളിക്കാനൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സിരിയു റോക്സ് കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതുപോലെ സിരിയു റോക്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കുറച്ച് ഒഴിഞ്ഞു കിടക്കുന്ന സ്പേസസ് ഒക്കെ നമ്മൾ സിരിയു റോക്ക് വെച്ചിട്ടാണ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് കുറച്ചുകൂടെ പുറത്തേക്ക് ചാടി നിൽക്കുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ലക്കി ബാമ്പു കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പുറത്തേക്ക് വളരുന്ന രീതിയിൽ. അപ്പം കുറച്ചുകൂടി ഒരു ഭംഗിയായിരിക്കും ഈ അക്വേറിയത്തിന് ഉണ്ടാവുന്നത്. പിന്നെ പോരാത്തതിന് ഇത് സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളോട് ഡിസൈൻ ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സ്കേപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു അതിന് ഒരു നല്ലൊരു ഗ്രീനിഷ് ഫീല് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു കണ്ണിനൊരു കുളിർമ കിട്ടുന്ന ഒരു സിംഗിൾ ബെറ്റ ഫിഷിനെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് നമ്മളോട് ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലക്കി ബാമ്പു ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ വെച്ചിട്ട് സിരിയോ റോക്കിൻ്റെ പീസുകൾ തന്നെയാണ്, അത് വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വാട്ടർ ടോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ വെള്ളം നിറച്ചിട്ടുള്ള ലുക്ക് എന്നുള്ളത് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ വെള്ളമൊക്കെ നിറച്ചിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. കുഴപ്പമില്ലാത്ത രീതിയിൽ ഒക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് പാക്ക് ചെയ്യാണ്. കസ്റ്റമർ ഷോപ്പിൽ വന്ന് കളക്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല രീതിയിൽ അവർക്ക് അവിടെ എത്തുന്നത് വരെ ഇത് ഒന്നും ആയി പോവാതെ ഇളകി പോവാതെയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബബിൾ റാപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അൺറാപ്പ് ചെയ്തിട്ട് അവർക്ക് വെള്ളം നിറച്ചാൽ മാത്രം മതി. കഴിഞ്ഞ് ജസ്റ്റ് കസ്റ്റമറിന് നമ്മളിത് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്തത്. നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ചെറിയ ചെറിയ സ്കേപ്പിങ്ങോ കാര്യങ്ങളോ നിങ്ങൾക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്ന് നേരിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള നിങ്ങളെ ഐഡിയാസോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യണമെങ്കിൽ ഞങ്ങൾ ചെയ്തും തരുന്നതാണ്. ജസ്റ്റ് ഗൂഗിളിൽ എസ്പിരാർ ഷോപ്പ് എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും കിട്ടും.